കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് മാഹിൻ ഇട്ടൊരു സ്റ്റോറി ഞാൻ കാണാനിടയുണ്ടായി. അവലെ വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂലേ? പറഞ്ഞു. എന്താ പറഞ്ഞേ? ഞാനും അവസാനം റിസ്ക് എടുത്ത് ഈ വീഡിയോ ചെയ്യുവാണ്. എന്നെ രാജ്യദ്രോഹിയാക്കിയേക്കാം, എന്നെ തീവ്രവാദിയാക്കിയേക്കാം. പക്ഷെ ഞാൻ പച്ച ഒരു സത്യം പറയാണ്, നിങ്ങളുടെ കയ്യിൽ താണ്ട ഈ സാധനം ഉണ്ടോ, നിങ്ങൾ പെട്ടു. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. അതായത് ഇന്ത്യൻ പാസ്പോർട്ടായിട്ട് ജനിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫെയിലിയർ എന്നാണ് 90-ലധികം രാജ്യങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് സന്ദർശിച്ച മാഹിൻ പറഞ്ഞിരിക്കുന്നത്. ദൈവം സഹായിച്ച് എന്നെ ഇതുവരെ ഒരു രാജ്യത്തും ഡീപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിൽ നമ്മളെ അവിടെ പിടിച്ച് മാറ്റിയിരുത്തുകയും ദീർഘനേരം ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇന്ത്യൻ പാസ്പോർട്ട് ആയതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വീണ്ടും പറയുന്നു. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നിന്റെ ഈ നിലപാട് പൂർണ്ണമായി അംഗീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം ഞാൻ ജനിച്ചത് ഇന്ത്യൻ പാസ്പോർട്ട് കൊണ്ടാണെന്നൊക്കെ പറയുന്നതിലേക്ക് അത് ഭയങ്കര മോശമായി പോയി. മാഹിനെ പോലെ ഇത്ര അഡ്വഞ്ചറസ് ആയിട്ട് ട്രാവൽ ചെയ്ത ഒരാള് യൂട്യൂബിലും ടിവിയിലും ഒക്കെ ട്രാവൽ വീഡിയോസ് ചെയ്യുന്ന പലരും പോകാത്ത പല സ്ഥലങ്ങളിലും എഫേർട്ട് ഇട്ട് യാത്ര ചെയ്ത ഒരാളാണ് മാഹിൻ. സോ അങ്ങനെയുള്ള മാഹിൻ അത് പറഞ്ഞത് വളരെ മോശമായി പോയി. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പ്രധാന കാരണം ഒരിക്കലും നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? നമ്മുടെ പാസ്പോർട്ട് റാങ്കിങ് എന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിനെയും അതേപോലെ തന്നെ വേറെ പല കാര്യത്തെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. നമ്മുടെ പാസ്പോർട്ട് റാങ്കിങ് വളരെയധികം മെച്ചപ്പെടുന്നുണ്ട്. ഇന്ത്യൻ പാസ്പോർട്ടായിട്ട് ഒരു 4 വർഷം അല്ലെ 5 വർഷം മുമ്പ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് പോലെ അല്ല ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ വളരെയധികം റെസ്പെക്ട് പല സ്ഥലങ്ങളിലും കിട്ടാറുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പല സ്ഥലങ്ങളിലും വളരെയധികം റെസ്പെക്ട് കിട്ടാറുണ്ട്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ, ആദ്യത്തെ തവണ ഞാൻ റഷ്യ പോയ സമയത്ത് ഓ മൈ ഗോഡ്, എന്റെ പൊന്നെ, എന്നെ അവിടെ പിടിച്ച് മാറ്റി നിർത്തി കുടഞ്ഞു, ഓൾമോസ്റ്റ് എന്നെ ഡീപ്പോർട്ട് ചെയ്തു എന്ന് ഞാൻ വിചാരിച്ചാണ്. മൂന്നാമത്തെ തവണ ഞാൻ പോയ സമയത്ത് ഓ യു ആർ ഫ്രം ഇന്ത്യ, ഓക്കെ വി ആർ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ എന്നെ സ്വാഗതം ചെയ്തത്. ഈ വിസ എന്ന് പറയുന്നത്, നമ്മളൊരു രാജ്യത്തേക്ക് പോകാനുള്ള വിസ തരിക അല്ലെങ്കിൽ നമ്മൾ ആ രാജ്യത്തേക്കുള്ള എൻട്രി തരിക എന്നുള്ളത് ശരിക്കും എപ്പോഴും നമ്മുടെ റൈറ്റ്സ് അല്ല, അത് അവരുടെ ഔദാര്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഇപ്പോൾ അമേരിക്ക എനിക്ക് വിസ തരണോ എന്ന് അമേരിക്കയാണ് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ ഫ്രാൻസ് എനിക്ക് വിസ തരണോ എന്നുള്ളത് ഫ്രാൻസ് ആണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ റൈറ്റ്സ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് അവർ തരുന്ന ഒരു ഔദാര്യമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അത് അങ്ങനെയാണ്. അപ്പോൾ ട്രാവൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾക്ക് ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരീബിയൻ രാജ്യത്ത് വന്ന സെയിൻറ്റ് കിറ്റ്സ് ആൻഡ് നെവിസ്, അതേപോലെ പല രാജ്യങ്ങളുണ്ട് ഇവിടെ, സെയിൻറ്റ് ലൂഷ്യ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 3-4 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ പാസ്പോർട്ട് കിട്ടും. അയ്യോ അത് വേണ്ട, എനിക്ക് മോലാളിനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും ഈ പറഞ്ഞ പോലെ എന്നെ ഒരു സ്ഥലത്ത് കയറ്റിയില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും അത് നമ്മുടെ രാജ്യത്തിന്റെ കുറ്റമായി കാണാതെ, രാജ്യത്തിന്റെ കുറ്റമായി പറയാതെ, രാജ്യത്തെ മാനം കെടുത്താതെ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള നമുക്ക് മുമ്പ് യാത്ര ചെയ്ത ആൾക്കാരെ വേണം പറയാനായിട്ട്. എനിക്ക് അത്രേ പറയാനുള്ളൂ. കുറച്ച് അഭിമാനമുള്ളവനായിരുന്നെങ്കിൽ പോയി കെട്ടി തൂങ്ങി ചത്തേനെ.